ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും പ്രിൻസിപ്പൽ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പലരും പറയുന്നൊരു കാര്യമാണ്, ചേട്ടാ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് കിട്ടി ഇപ്പോഴും അങ്ങോട്ട് ശരിയാവുന്നില്ല, ഭയങ്കര ടെൻഷനാണ് കാര്യമാണ് എന്നൊക്കെ പലരും പ്രൈവറ്റായിട്ടും ഒക്കെ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ എടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അതിൽ ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, കൊണ്ടുപോകേണ്ടതായിട്ടുള്ള കുറച്ച്, അതായത് കൊണ്ടുപോകണ്ട എന്നുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ടെൻഷൻ. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ അതിന് ടെൻഷനും കൂടെ എടുത്തുകൊണ്ട് പോകരുത്, ടെൻഷനൊക്കെ ഇറക്കി വെച്ചിട്ട് പോകുക കേട്ടോ. അവിടെ പോകുമ്പോൾ എന്തിനാണ് ഇത്ര ടെൻഷൻ നമുക്ക് പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത കുട്ടികളായിരിക്കും. നമ്മളിവിടെ നടക്കുന്നത് അത് തന്നെയാണ്, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യും. നമ്മളവിടെ ടെസ്റ്റ് ഗ്രൗണ്ടിലും പ്രാക്ടീസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെയും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യും. ഒരിക്കൽ പോലും കാലൂന്നാതെ തെറ്റിക്കാതെ എടുക്കുന്ന ആൾ ടെസ്റ്റിൻ്റെ ടൈം ആകുമ്പോൾ ചിലപ്പോൾ അങ്ങ് തെറ്റിച്ചാൽ അയ്യോ ചോദിക്കാൻ പറയുന്നത്, ചേട്ടാ ആ സമയം ഇപ്പോൾ ഞങ്ങൾ പേടിച്ച് പോയി. അപ്പോൾ അത് പേടിക്കുക ഇവിടെ എന്തെന്നുണ്ടോ ചോദിച്ചാൽ പറയാം, അത് ഇത്ര ആൾക്കാരൊക്കെ നിന്നു, സാറുമാരെ കണ്ടപ്പോൾ പേടിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ആളുകളുള്ള റോഡിലൂടെയാണ് നമ്മൾ വാഹനം ഓടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പല തരത്തിലുള്ള ആൾക്കാരുള്ളിടത്തൂടെയാണ് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ചിലപ്പോൾ വലിയ ബ്ലോക്കുകളിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ഒരു ആൾക്കൂട്ടം കണ്ട് നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ഡ്രൈവർ ആവാൻ പറ്റില്ല. നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, ഒരിക്കലും ആൾക്കൂട്ടം കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ വാഹനം ഓടിച്ച് പോകുമ്പോൾ ആരൊക്കെ നോക്കുമായിരിക്കും. ഓക്കെ, ഇപ്പോഴാണെങ്കിൽ AI ക്യാമറ വരുന്നുണ്ട്, അതുപോലെ നമ്മളെ നോക്കിയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പേര് നമ്മളെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ആലോചിച്ച് പേടിക്കരുത്. പിന്നെ അവിടെ ഉള്ള ഓഫീസേഴ്സ്, അവരാരും നമ്മളെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ വന്നിരിക്കുന്നവരല്ല, നമുക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. അവരൊരിക്കലും നമ്മളെ എന്താണ് ജസ്റ്റ് അവർക്ക് വഴക്ക് പറയാനുള്ള അധികാരം പോലും അവർക്കില്ല. ഓക്കെ, നമ്മൾ ഫെയിലായാൽ അവർ ആ ഫെയിൽ കഴിച്ച് തരും, പാസ്സായാൽ പാസ്സാക്കി വിടും, അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മളതല്ലാതെ അതൊന്നും ആലോചിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അവരാരും നമ്മളൊന്നും ചെയ്യില്ല. ഓക്കെ, അവർക്കാർക്കും അതിനൊന്നും പറ്റേയില്ല. ഓക്കെ, നമ്മൾ പഠിച്ച ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു സാധനം എന്ത് ചെയ്യരുത്, കൊണ്ടുപോകരുത്, ടെൻഷൻ നിങ്ങൾ കൊണ്ടുപോകരുത്. ഇനി കുറേ പേരുണ്ട് ഉറങ്ങുമ്പോൾ മൊത്തവും വണ്ടിയുടെ ഹാൻഡിൽ പിടിക്കുന്നതും കാറിൻ്റെ സ്റ്റിയറിംഗ് പിടിക്കുന്നതും സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നിവിടെ ടെസ്റ്റ് പാസ്സായ ഒരു ചേട്ടൻ അവിടെ വന്നിരുന്ന് പറഞ്ഞ കാര്യം അതാണ്. രാത്രി കിടന്നപ്പോൾ മുഴുവൻ സ്റ്റിയറിംഗ് പിടിക്കുന്നതായിരുന്നു ഓർമ്മയെന്ന്. ഓക്കെ, പുള്ളി പാസ്സായി. ഓക്കെ, നിങ്ങൾ അത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, അതങ്ങനെയൊന്നും ആലോചിക്കുക. നമ്മൾ പഠിച്ചല്ലോ, നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നത്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോകാം. അതിന് കാറായാലും ശരി തന്നെ, 2 വീലർ ആയാലും ശരി തന്നെ, നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രൈവിംഗ് ടെസ്റ്റിന് ശരി നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകുക. ഓക്കെ, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വേണം. അതും കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ആ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് നമ്മൾ പോകാൻ. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർമ്മിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം പോവുക, പഠിച്ച കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. നമ്മൾ പഠിച്ചു എങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റിന് കയറാനായിട്ട് പറ്റും, നമുക്ക് നല്ല രീതിയിൽ എടുക്കാനും പറ്റും. ഇനി മറ്റു ചിലർക്ക് പറ്റുന്ന ഫോൾട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ പ്രാക്ടീസ് സമയത്ത് നമ്മളോടൊപ്പം നല്ല രീതിയിൽ എട്ടെടുത്ത ഒരാളായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അയാൾ ഫെയിലായിപ്പോയി. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വേവലാതിയാണ്, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയാണ് പലർക്കും. ഓക്കെ, എന്നെക്കാലം നന്നായിട്ട് എടുത്തുകൊണ്ടിരുന്നു, അയാൾ ഫെയിലായി, ഞാനും ഫെയിലാവും എന്ന് ചിന്തിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാനും ഫെയിലാവും. ഓക്കെ, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ പഠിച്ചത് നമ്മൾ എന്ത് ചെയ്യുക, ആ ട്രാക്കിൽ കാണിക്കുക, നമുക്ക് സുഖമായിട്ട് പാസ്സാകാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ആരും അതൊന്നും കണ്ട് എന്ത് ചെയ്യരുത്, പേടിക്കുക. ഫെയിലാവുന്നവർ ചിലപ്പോൾ അയാളുടെ നിർഭാഗ്യം വെച്ചാൽ ഫെയിലായിപ്പോയി, എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ആ മിസ്റ്റേക്ക് നമ്മൾ വരുത്താതിരിക്കുക. ഇനി ചിലപ്പോൾ അയാൾ ടെൻഷൻ അടിച്ചായിരിക്കും ഫെയിലായത്, നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക. അയാൾ ചിലപ്പോൾ ജസ്റ്റ് ബ്രേക്ക് പിടിച്ചതായിരിക്കും, നമ്മളത് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പാസ്സായി പോവാം. അതൊന്നും ആലോചിച്ച് നിങ്ങൾ ആരും എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ടതായിട്ടില്ല. പിന്നെ കൃത്യമായിട്ടും നിങ്ങൾ പരമാവധി ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് എത്തുക. ഓക്കെ, ഇപ്പോൾ ഒരു 8 മണിക്കാണ് ടെസ്റ്റിങ്, നിങ്ങളൊരു 7 മണിയൊക്കെ ആകുമ്പോൾ വന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവുക. ഓക്കെ, ആ സമയത്ത് വെപ്രാളപ്പെട്ട് വന്ന് ടെൻഷൻ അടിച്ച് ചുമ്മാ എന്താ പറയുക, ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, പങ്കെടുക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ ടെസ്റ്റ് കഴിയാനൊക്കെ ഒരുപാട് ലേറ്റ് ആവും. ഓക്കെ, അത്യാവശ്യം തിരക്കൊക്കെയാണ്, എല്ലാവരെയും നടത്തി പോകുമ്പോൾ നല്ല സമയമെടുക്കും. ചിലപ്പോൾ നമ്മൾ രാവിലെ പോയിട്ട് ചിലപ്പോൾ 2 മണിയോ 3 മണിയോ, ചിലപ്പോൾ അതിന് നേരത്തെയും വരാം, നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഓക്കെ, അത്രയും ടൈം എടുക്കും. അപ്പോൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാൻ. പലരും പറയുന്ന കാര്യമാണ്, ചേട്ടാ ഒന്നും കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല, ടെൻഷനാണ്. ഓക്കെ, ഇതിന് മാത്രം എന്ത് ടെൻഷനാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക കേട്ടോ. ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിച്ച് തലേദിവസം നല്ല രീതിയിൽ സുഖമായിട്ട് ഉറങ്ങിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ടെൻഷനൊക്കെ ഒഴിവാകാൻ ഒരു പരിധി വരെ സഹായമാകുന്ന സാധനമാണ് ഉറക്കം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടൊക്കെ തന്നെ എന്ത് ചെയ്യുക, ടെസ്റ്റിന് പോവുക. ടെസ്റ്റിൻ്റെ ആ ഗ്രൗണ്ടിൽ പോയിരുന്ന് ഉറങ്ങുന്നേക്കാൾ നല്ലതാണ് തലേദിവസം സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എന്നും കൂളായിട്ട് നമ്മൾ പോകുന്ന പോലെ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കാനാണ്, പ്രാക്ടീസിനാണ് പോകുന്നത്, 8ൻ്റെ പ്രാക്ടീസിനാണ് പോകുന്നത്, നിങ്ങൾ എന്ത് ചെയ്യും,
ഡെയിലി ലൈഫിൽ എന്തൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്തിട്ടല്ലേ പോകുള്ളൂ. അതേ കണക്കിന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡ്രൈവിംഗ് ടെസ്റ്റിന് പോവുക. പിന്നെ പോകുമ്പോൾ ആവശ്യമായ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടോ എന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ വീഡിയോയിൽ തൊട്ട് പിന്നാലെ ആ വീഡിയോസും വരും കേട്ടോ. നമ്മൾ എന്തൊക്കെ പേപ്പറുകൾ കയ്യിൽ വെച്ചിരിക്കണം, എന്തൊക്കെ സാധനങ്ങളാണ് കയ്യിൽ കരുതേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ തൊട്ട് പിന്നാലെ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അത് കാണുക. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ ആയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ കൂളായിട്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ടെസ്റ്റിന് പങ്കെടുക്കുക. വലിയ കാര്യമൊന്നുമല്ല അത്. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അഥവാ ഫെയിൽ ആവുമെന്ന് തോന്നണേ ആവട്ടെ, ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് വീണ്ടും അവസരമുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഒരു മൈൻഡിലെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അത്രയും ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് ഫെയിലായിപ്പോൾ. നമ്മുടെ ആത്മവിശ്വാസമാണ് ഏറ്റവും വലുത്, നമ്മുടെ കോൺഫിഡൻസ്, അതാണ് നമുക്ക് ആവശ്യം. അതും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ പോവുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എച്ചായാലും ശരി, എട്ടായാലും ശരി, അല്ല റോഡിൽ ഓടുന്നതായാലും എല്ലാം ശരി, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോവുക. ഹാൻഡ് സിഗ്നലുകളെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇതെല്ലാം ചെയ്ത് ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പാസ്സാവാനായിട്ട് പറ്റും. ഓക്കെ, ഇത് എന്താണ്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ടെസ്റ്റിന് കയറുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക്, നിങ്ങൾക്കും ഇപ്പോൾ കാണുന്നവർക്കും കുറേ മാനസികാവസ്ഥകൾ കാണുമല്ലോ, അതും എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ റിപ്ലൈകൾ തരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുക. അതുപോലെ തന്നെ ഹെൽമറ്റ്, 2 വീലറുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് ഹെൽമറ്റ് ധരിക്കുക. 4 വീലറാണെങ്കിൽ കൃത്യമായിട്ട് സീറ്റ് ബെൽറ്റ് ധരിക്കുക. അത് ഇപ്പോൾ ടെസ്റ്റിന് കയറുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ടെസ്റ്റ് പാസ്സായതിന് ശേഷം ഇവ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഹെൽമറ്റ് വയ്ക്കുമ്പോൾ വെറുതെ എടുത്ത് തലയിൽ വെച്ചിട്ട് കാര്യമില്ല, ചിൻ സ്ട്രാപ്പ് കൃത്യമായിട്ട് ധരിക്കുക. ഓക്കെ, അപ്പോൾ ഇവ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. വളരെ നല്ല രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ പങ്കെടുത്ത് എല്ലാവർക്കും വിജയിക്കാൻ പറ്റട്ടെ. ഞങ്ങൾ പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേരുള്ള എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് പുറമെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലെ കുട്ടികൾ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്. അവർക്കും കൂടെ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.